ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിറാജ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ ഒരു വിശേഷമൊന്നുമല്ല, എന്നാൽ ഇക്കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഗൂഗിൾ ഫോംസ് എന്നുള്ളത്. ഗൂഗിൾ ഫോം എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ഉപകാരങ്ങൾ, എന്താണ് ഗൂഗിൾ ഫോംസ് എന്നിങ്ങനെ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഗൂഗിൾ ഫോം എന്ന് നോക്കാം. നമുക്ക് ഒരു ക്യാമ്പയിൻ നടത്തണം, അഥവാ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തണം, അല്ലെങ്കിൽ ചെറിയ ചോദ്യോത്തര മത്സരം നടത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവേ അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ നടത്തണം. ഇതിനൊക്കെ യാതൊരു ചിലവും കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഗൂഗിൾ ഫോം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത പല ഡേറ്റ കളക്ഷൻസും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് സാധ്യമാകുന്നു. നമുക്കൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തണമെന്നിരിക്കട്ടെ, നമ്മൾ ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കി അതിൻ്റെ ഒരു ലിങ്ക് പങ്കെടുക്കേണ്ടവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ വളരെ എളുപ്പത്തിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ പങ്കെടുത്ത് നമുക്ക് ഉടൻ തന്നെ അതിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായി നമ്മൾ നേരിട്ട് അവരിലേക്ക് പോകണമെന്നില്ല. ഒരു എക്സാം അല്ലെങ്കിൽ ഒരു ക്വിസ് നടത്തുവാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണമെന്നില്ല. ഇത്തരത്തിലുള്ള പല ഉപാധികളും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ഗൂഗിൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിരവധി കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്. ഇത്തരത്തിൽ വളരെ ഉപകാരപ്രദമായ ഗൂഗിൾ ഫോം എങ്ങനെ ഉപയോഗിക്കാം, അതുപയോഗിച്ച് എത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള ഡേറ്റ കളക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കാം, അതിൻ്റെ റെസ്പോൺസ് എത്തരത്തിലാണ് നമുക്ക് കിട്ടുന്നത്, അത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും, അതെങ്ങനെ സേവ് ചെയ്ത് സൂക്ഷിക്കാം തുടങ്ങിയ വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ചെയ്യാനാകും. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഇനിയും വലിച്ചു നീട്ടുന്നില്ല, വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എത്തരത്തിലാണ് ഗൂഗിൾ ഫോം ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത്. മൊബൈൽ ഉപയോഗിച്ച് എത്തരത്തിൽ ചെയ്യാം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. കാരണം മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റായി ചെയ്യാൻ കഴിയില്ല. ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാൻ ക്രോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രോമിൽ നമ്മുടെ ജിമെയിലിൻ്റെ, അതായത് ഇമെയിലിൻ്റെ ഇൻബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. gmail.google.com എന്ന് അടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി വഴി കയറുകയോ എങ്ങനെയാണ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മെയിലിൻ്റെ ഇൻബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു 9 ഡോട്ട്സ് കാണാം. ആ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇങ്ങനെ അല്ലാതെ ഡ്രൈവിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് വേണമെങ്കിലും drive.google.com എന്ന് എൻ്റർ ചെയ്ത് വേണമെങ്കിലും ഡ്രൈവിൽ കയറാവുന്നതാണ്. അപ്പോൾ ഡ്രൈവ് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഇമേജൊക്കെ ആഡ് ചെയ്ത് വെച്ചിരുന്നതാണ് ഈ കാണുന്നത്. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും അല്ല നമ്മുടെ മാറ്റർ. അപ്പം ഈ ഡ്രൈവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഡോക്യുമെൻറ്റ്, ഷീറ്റ്സ്, സ്ലൈഡ്സ്, ഗൂഗിൾ ഫോംസ് എന്നിങ്ങനെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഗൂഗിൾ ഫോംസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ഫോം, ഫ്രം എ ടെംപ്ലേറ്റ് എന്ന് 2 ഓപ്ഷൻ കാണും. അതിൽ ബ്ലാങ്ക് ഫോം എന്നത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് മുമ്പിൽ ഗൂഗിൾ ഫോം ഓപ്പൺ ആവുന്നത്. അതിൽ അൺലിമിറ്റഡ് ഫോം, അൺടൈറ്റിൽഡ് ഫോം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പേര് അവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിയിൽ ഫോം ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്താണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ക്വിസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ക്വിസ് ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ചുമ്മാ കണ്ടക്റ്റഡ് ബൈ സോ ആൻഡ് സോ അങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്. എൻ്റെ കീബോർഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ചില കീസ് വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇങ്ങനെ ഇടയ്ക്കൊരു സ്പേസ് ഒന്നും ഇല്ലാതെ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതിൽ ഒരെണ്ണം ഓപ്ഷനായിട്ട് ആഡായിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ വാട്ട് ഈസ് യുവർ ഫാദർ എന്നാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് രൂപീകരിക്കാം. അത് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണം എന്നുള്ളതാണ് ഈ റൈറ്റ് സൈഡിലെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് എന്നത് സെലക്ട് ചെയ്തു. വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ആക്കാം, അല്ലെങ്കിൽ പാരഗ്രാഫായിട്ടാണ് അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് അത്തരത്തിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
ഈ താഴെ നമുക്ക് കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ റിക്വയർഡ് എന്നത് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്റ്റാർ ഇട്ട ഒരു ഓപ്ഷനായിട്ടത് മാറും, അതായത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അടുത്ത ഒരു ക്വസ്റ്റ്യനുള്ള സംഭവം ഡിസ്പ്ലേ ആവുന്നതാണ്. അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുക. അതിനുശേഷം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ പല ഓപ്ഷൻസ് അവിടെ വരും. അതിലടിയിൽ അടുത്ത ഓപ്ഷൻ ആഡ് ചെയ്യാൻ ആഡ് ഓപ്ഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ളത് വരും. അങ്ങനെ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതിൽ ഇമേജസ് വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാവുന്നതാണ്. അതർ ഓപ്ഷൻ എന്നത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ നമുക്ക് അതർ ഓപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനും നമുക്കവിടെ മാനുവലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ റിക്വയർഡ് എന്നുള്ളത് നമ്മൾ എനേബിൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റാർഡ് ആയിട്ടുള്ള അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ആൻസർ ചെയ്യണം എന്നുള്ളതിന് മാത്രം അതിട്ടാൽ മതി. ഇവിടെ പല പല സംഭവങ്ങൾ അതിൻ്റെ ഈ റൈറ്റ് സൈഡിൽ തന്നെയുണ്ട്. ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ, ഇമേജ് ആഡ് ചെയ്യാൻ, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ, വീഡിയോ ആഡ് ചെയ്യാൻ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻ പലതരത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഇത്തരത്തിൽ നമുക്ക് ആ ഡ്രോപ്പ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ബോക്സ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വേണോ, ഷോർട്ട് ആൻസർ വേണോ, ലോങ് ആൻസർ, അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടാനുസരണം അത് മാറ്റി എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആ ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസാണ് കാണുന്നത്. അപ്ലോഡ് ചെയ്യാം, നമുക്ക് ക്യാമറ ഉപയോഗിച്ച് അങ്ങനെ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ URL ഉണ്ടെങ്കിൽ അങ്ങനെ കയറാം, അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവിലുള്ളൊരു ഫോട്ടോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഇമേജ് സെർച്ച് വഴി നമുക്ക് സെർച്ച് ചെയ്തൊരു ഇമേജ് ആഡ് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വിസ് കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ ആരാണെങ്കിലും തിരിച്ചറിയാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പിക്ചർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ അതിനകത്ത് ആഡാവുന്നത്. പിക്ചർ വേണമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തോളാം. ഞാനിപ്പോൾ തൽക്കാലം റിമൂവ് ചെയ്യുകയാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ്. അലൈൻ ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും ക്വസ്റ്റ്യൻ വേണമെങ്കിൽ സൈഡിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പരിധിയില്ലാതെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഫോംസൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മുടെ പേര്, വിവരങ്ങൾ, അതിൽ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള ഫോംസിന് താഴത്തെ ആ റിക്വയർഡ് എന്നുള്ള എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും അത് വേണ്ടതാണ് എന്ന് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവും, ഒരു സ്റ്റാർ വരുന്നതാണ്. ഓക്കെ, ഇനിയും ബാക്കി എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിൽ സെറ്റിങ്സ് എന്ന മുകളിലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസാണ് വരുന്നത്. ജനറൽ, പ്രസൻറ്റേഷൻ, എക്സെട്ര. അതിൽ ജനറലിനകത്ത് കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് റെസ്പോണ്ട് റിസീപ്റ്റ്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മെയിൽ അഡ്രസ്സ് നമുക്ക് വേണമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം. ആ റെസ്പോണ്ട് റിസീപ്റ്റ്സ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാൾ റെസ്പോൺസ് അയച്ചു തന്നാൽ അയാൾക്ക് അത് റിട്ടേൺ ആയിട്ട് അവർക്ക് ഒരു കോപ്പി പോകുന്നതാണ്. ഇനിയും ഇത്തരത്തിൽ പല ഓപ്ഷൻസ് ഉണ്ട്. പ്രസൻറ്റേഷനകത്ത് അവരപ്പം ക്വിസൊക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ അവർക്ക് അറിയാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ക്വിസിന് മാത്രമായിട്ട് അഡീഷണൽ ഒരു ഓപ്ഷൻ ഉണ്ട്. മേക്ക് എസ് ക്വിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കുകൾ അലോട്ട് ചെയ്യാം. അതിനും പല ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ഓരോ ആൻസർ വരുമ്പോഴത്തേക്കും നമുക്ക് മാർക്ക് കാണാൻ സാധിക്കുമോ, അതല്ല അങ്ങനെ പല പല ക്വിസിനൊക്കെ പറ്റിയ പല രീതിയിലുള്ള ഓപ്ഷൻസ് അതിനകത്ത് തന്നെ ഉണ്ട്. അത് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ മതി. ഇനി പ്രിവ്യൂ എന്നത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം നമുക്ക് പ്രിവ്യൂ ചെയ്യാം. അടുത്തത് ആ കളർ പാലറ്റിൻ്റെ സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീം ഓപ്ഷൻസ് ആണ്. നമ്മുടെ തീം കളർ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസ് നമുക്ക് സെലക്ട് ചെയ്യാം, ഫോൺ സ്റ്റൈൽ സെലക്ട് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കളർ മാറ്റിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇമേജും ഒക്കെ അവിടെ ആഡ് ചെയ്യുക, ഹെഡറിൽ കൊടുക്കാം, നമ്മുടെ ലോഗോ അങ്ങനെയൊക്കെ. ഇനി പ്രിവ്യൂ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ യൂസേഴ്സിന് കാണുന്നതെന്ന് അറിയാം. ഇനി ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ പല ഓപ്ഷൻസ് കാണും. നമുക്കൊരു ഫോം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം, അല്ല സെൻഡ് ചെയ്യാൻ, അങ്ങനെ പല ഓപ്ഷൻസ്. ഇനി നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്തരത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം നോക്കാം. സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ആദ്യം തന്നെ മെയിൽ അഡ്രസ്സ് കൊടുക്കാനാണ് ഒരു ഓപ്ഷൻ വരുന്നത്. അവിടെ നമുക്ക് മെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും മെയിൽ അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ലിങ്ക് ഉണ്ട്, എംബഡ് ചെയ്യാൻ എന്തെങ്കിലും വെബ്സൈറ്റിലൊക്കെയാണ് എംബഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയൊരു ലിങ്കാണ് വരുന്നത്. അടിയിലെ ഷോർട്ടൻ URL എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ഷോർട്ടായിട്ട് കിട്ടും. അത് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ലിങ്ക് എനിക്ക് തന്നെ മെയിൽ ചെയ്തിട്ടുണ്ട്.
അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫോം എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും അവർക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് ചുമ്മാ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ ആൻസേഴ്സ് എൻ്റർ ചെയ്തിട്ട് ഇതിൽ സബ്മിറ്റ് എന്നത് അമർത്തിയാൽ മതി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ല, ജസ്റ്റ് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നത് അമർത്തുകയാണ്. അമർത്തി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ റെസ്പോൺസ് രജിസ്റ്റർ ആവും. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത ഉടനെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് മുമ്പ് ചെയ്തതിൻ്റെ അവിടെ തന്നെ നോക്കി റെസ്പോൺസസിൻ്റെ അവിടെ ഒരു മാർക്ക് കാണാവുന്നതാണ്. അവിടെ നിന്നും വളരെ എളുപ്പത്തിൽ നമുക്ക് റെസ്പോൺസ് എന്തൊക്കെയാണ് കിട്ടിയത് എന്നറിയാൻ സാധിക്കും. ഇവിടെ ഞാൻ ഇമെയിൽ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇമെയിൽ അഡ്രസ്സ് ഡിസ്പ്ലേ ആവുന്നില്ല. അവിടെ ആക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്നത് ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എനിക്ക് റെസ്പോൺസ് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിൽ റെസ്പോൺസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ആരെങ്കിലും ഓപ്പൺ ചെയ്താൽ പോലും റെസ്പോൺസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്ര പേരാണ്, ഏതൊക്കെ ക്വസ്റ്റ്യനാണ്, എന്തൊക്കെയാണ്, അങ്ങനെ പല ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് നമുക്ക് റെസ്പോൺസ് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. എല്ലാവരുടെയും റെസ്പോൺസ് അല്ലെങ്കിൽ ഒരാളുടെ റെസ്പോണ്ട് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണോ വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ റെസ്പോൺസ് പിന്നീട് എങ്ങനെയും പരിശോധിക്കണം. പിന്നീട് നമ്മൾ വന്നിട്ട് എങ്ങനെയാണ് റെസ്പോൺസ് കിട്ടിയത് എന്നുള്ളത് പരിശോധിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനായി നമ്മൾ മുമ്പേ ഓപ്പൺ ചെയ്തുള്ള ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലിസ്റ്റിംഗ് തന്നെ ആദ്യം തന്നെ മിക്കവാറും ഈ മുമ്പേ നമ്മൾ ഫോം ചെയ്ത അൺടൈറ്റിൽഡ് ഫോം എന്നുള്ളത് കിടപ്പുണ്ട്. അത് റീനെയിം ചെയ്യാൻ മറന്നുപോയി. അത് മുകളിൽ ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് എത്ര റെസ്പോൺസ് കിട്ടി എന്നൊക്കെ അറിയണമെങ്കിൽ ഇങ്ങനെ ഈ ഫോം വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റെസ്പോൺസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനാണ് അവിടെ കാണിക്കുന്നത്. സൈഡിലെ റെസ്പോൺസ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ റെസ്പോൺസ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരാൾ മാത്രമേ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഒന്നെന്നുള്ളത് കാണിക്കുന്നത്. ആ മുകളിൽ ഗ്രീൻ കളറിൽ ഇതിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പ്രെഡ്ഷീറ്റായിട്ട് ആവുന്നതാണ്. അതായത് 2 ഓപ്ഷൻസാണ് വരുന്നത്. പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കുറേ റെസ്പോൺസ് വെച്ചിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ഡോക്യുമെൻറ്റ്സിൽ നമ്മുടെ റെസ്പോൺസ് എല്ലാം കൂടി ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ വൈസ് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് അതായത് ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് റിസൾട്ട്. നമ്മളിപ്പോൾ സർവേ ആണ് നടത്തിയത്, അങ്ങനെ എന്താണോ നടത്തിയത്, ക്വിസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇത്തരത്തിൽ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എപ്പോഴാണ് അവർ ചെയ്തത്, ഒരു മെയിൽ ID നമ്മൾ കളക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ പലതരത്തിലുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്പ്രെഡ്ഷീറ്റാണ് നമുക്ക് ഗൂഗിൾ ഫോമിൻ്റെ റെസ്പോണ്ടിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടോ, എത്ര റെസ്പോൺസ് ഉണ്ടോ, അതെല്ലാം ഫുള്ള് ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ആവുന്നതാണ്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഫയൽ എന്നതിൽ നിന്നും എക്സ്പോർട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ്, മേക്ക് അവൈലബിൾ ഓൺലൈൻ, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതുവഴി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് നമുക്കിത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ ഓപ്ഷനാണോ ഉള്ളതെന്ന് നോക്കാം. ഓരോ റെസ്പോൺസ് നമുക്ക് ഇവിടുത്തെ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം, അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി അതിൻ്റെ റെസ്പോൺസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുവാനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്